ജി സുധാകരനെതിരായ പ്രതിഷേധം രൂക്ഷമായി തുടരുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അമിത പ്രാധാന്യം നൽകേണ്ടെന്ന പാർട്ടി തീരുമാനം. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ തുടരുന്നു. മിക്ക മണ്ഡലങ്ങളിലും ഒന്നിലധികം പേരുകൾ പരിഗണനയിൽ. തിങ്കളാഴ്ചയോടെ ചർച്ച പൂർത്തീകരിക്കാൻ നീക്കം. CPI വിട്ട നാട്ടിക MLA CC മുകുന്ദൻ ഇന്ന് KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഭൂരിഭാഗം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് BJPയും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന്. ജീവനക്കാരുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കുന്നത് ഉൾപ്പെടെ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടേക്കും. സാംസ്കാരിക വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള നിർദ്ദേശവും പരിഗണനയിൽ. അമേരിക്കയിലെ മിഷിഗണിൽ ജൂത ദേവാലയത്തിന് നേരെ ആക്രമണം. കെട്ടിടത്തിലേക്ക് അക്രമി വാഹനം ഇടിച്ചു കയറ്റി. അക്രമിയെ സുരക്ഷാ ജീവനക്കാർ വെടിവെച്ചു കൊന്നു. അക്രമി ലബനൻ വംശജനെന്ന് സൂചന. ദേവാലയത്തിലുണ്ടായിരുന്നവർ സുരക്ഷിതർ. രാജ്യത്ത് പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഭക്ഷണ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹോട്ടലുകൾ. സിലിണ്ടർ പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും വ്യാപകം. തൃശൂർ എരുമപ്പെട്ടിയിൽ വയോധികയെ കടിച്ചുകൊന്ന തെരുവ് നായയെ പിടികൂടി നാട്ടുകാർ. പിടികൂടിയ നായിക്ക് പേവിഷബാധയുണ്ടോ എന്നറിയാൻ പരിശോധന നടത്തും. മരിച്ച കാർത്തിയാനിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ.